സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചത് എവിടെയായിരുന്നു? എനിക്ക് തോന്നുന്നത് നമ്മൾ മൊളാലിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിരിക്കുവായിരുന്നു. മൊളാലിറ്റി ഈസിക്കൽ ടു എന്താണെന്നാണ് പറഞ്ഞത്? WB ഡിവൈഡഡ് ബൈ എന്താണ്? മൊളാലിറ്റി ഈസിക്കൽ ടു എന്താണ്? ഓൾറെഡി പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? NB ഡിവൈഡഡ് ബൈ എന്താ? വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, WA ഡിവൈഡ് ബൈ 1000 എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ മൊളാലിറ്റി ഈസിക്കൽ ടു എന്താ? NBനെ നമ്മൾ WB ഡിവൈഡഡ് ബൈ MB എന്ന് എഴുതി, ഹോൾ ഡിവൈഡ് ബൈ WA ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതി. എഴുതണ്ട, ഇന്നലെ നിങ്ങൾ എഴുതിയതാണെന്ന് തോന്നുന്നു. ഞാൻ അതങ്ങ് പറയുകയാണ്. അപ്പം നോക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ, നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എന്താക്കി? WA ആക്കി. ഇതിനെ നേരെ കൊണ്ട് ഡെൽറ്റ ടി ബിക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഡെൽറ്റ ടി ബി ഈസിക്വൽ ടു എന്താ? KB ഇൻറ്റു M എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണ് ഡെൽറ്റ ടി ബി ഈസിക്വൽ ടു KBക്ക് പകരം, KB അവിടെ എഴുതി, KBക്ക് പകരം എമ്മിന് പകരം WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എന്താ? WA. ഇതിൽ ഓൾറെഡി നമ്മുടെ മറ്റേ എന്താണ്, ഇതിന് തൊട്ട് മുമ്പ് പഠിപ്പിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായിട്ട് ആകെ വ്യത്യാസം അവിടെ P0 മൈനസ് PA ഡിവൈഡ് ബൈ P0 ആണ് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ഇപ്പുറത്തെ W ബൈ MB ഇൻറ്റു MA ഡിവൈഡ് ബൈ WA. ഇവിടെ MAയുടെ ഭാഗത്ത് 1000 വന്നതേ ഉള്ളൂ. അതേപോലെ ഒരു എക്സ്ട്രാ KB വന്നിട്ടുണ്ട്. പിന്നെ ഡെൽറ്റ ടി ബിയുടെ ഭാഗത്തുള്ള കാര്യം അത് ഓർത്ത് വെച്ചോണം. ഇവിടെ നിന്ന് നമുക്ക് MB വേണേൽ കണ്ടുപിടിക്കാം. എന്താ? MB ഈസിക്വൽ ടു ഇതിനെ താഴെ കൊണ്ടുവന്നാൽ മതി. KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽറ്റ ടി ബി ഇൻറ്റു WA. ഇതാണ് ശരിക്കും ഫൈനൽ ഇക്വേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഫൈനൽ ഇക്വേഷന്റെ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ ആണല്ലോ? ഇവിടം വരെ ആയിരുന്നു ഇന്നലെ നമ്മൾ പഠിപ്പിച്ചത് ഇല്ലേ? ഇന്നലെ ആ കറണ്ട് പോയ സമയത്ത് ഇവിടം വരെ ആയിരുന്നു നമ്മൾ പഠിപ്പിച്ചത്. ഞാൻ മൊത്തം ഇന്നലെ എടുത്തായിരുന്നു. ഇനി എടുക്കാത്തവർക്ക് അല്ലെങ്കിൽ ആ ലാസ്റ്റ് ടോപ്പിക്ക് കിട്ടാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇന്നത്തെ ടോപ്പിക്ക് ഹെഡിങ് എഴുതിക്കോ: ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇവിടെയും ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് ഇച്ചിരി മനസ്സിലാക്കാൻ പാടാണ്, ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ, ഇവിടുത്തെ കൺസെപ്റ്റ് പറയുന്ന ഒന്നുമില്ല. നമ്മളിപ്പം ഒരു ഉദാഹരണം പറയാം. നമ്മൾ നോർമൽ വെള്ളം എടുത്തു. എന്നിട്ട് അടുത്ത് അതേ ഗ്ലാസ് അല്ലെങ്കിൽ അതേ അളവിൽ തന്നെ വേറൊരു ഗ്ലാസ്സിൽ നമ്മൾ ഉപ്പ് വെള്ളം എടുക്കുന്നു. ഇതിനെ രണ്ടിനെ ഞാൻ കൊണ്ട് ഒരേ സമയം ഫ്രീസറിനകത്ത് കൊണ്ടുവെക്കുന്നു. ആദ്യം ആരായിരിക്കും തണുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തണുക്കുന്നത് നോർമൽ വാട്ടർ ആയിരിക്കും, ഫ്രീസ് ആവുന്നത്. ഓക്കെ, ഇനിയും ഞാൻ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ നോർമൽ വാട്ടർ ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തില്ല. അപ്പം നോർമൽ വാട്ടർ ഫ്രീസ് ആയ സമയത്ത് സോൾട്ട് വാട്ടർ നോക്കിയപ്പോൾ അതെന്ത് ചെയ്തിട്ടില്ല, ഫ്രീസ് ആയിട്ടില്ല. പിന്നെ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് എടുത്തപ്പോഴത്തെ എന്ത് ചെയ്തു, ഇത് നല്ല കട്ടയായി നോർമൽ വാട്ടർ, ഇത് ഫ്രീസ് ആയതേ ഉള്ളൂ. ഓക്കെ, ഇനി കുറച്ചു നേരം ഞാൻ ഫ്രിഡ്ജിൽ അത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോട് വെച്ചു. അപ്പോൾ രണ്ടും ഒരേ ലെവലിൽ എന്താ, ഒരു രണ്ട് കട്ടായിട്ടിരിക്കുവാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുക, അതിനെ പുറത്തെടുത്ത് വെക്കുക. ആദ്യം വെള്ളം ആവുന്ന ആരായിരിക്കും അറിയാമോ? സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും. അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉപ്പ് ഇത് ജസ്റ്റ് നോർമൽ വാട്ടർ ആണ്. ഇതിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ? മെൽറ്റിംഗ് പോയിന്റും 0 ആണ്, ഫ്രീസിംഗ് പോയിന്റും 0 ആണ്. ഓക്കെ, ഇനിയും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടപ്പോൾ ഇത് നോർമൽ വാട്ടർ ആണ്. ഇതൊന്നും വരയ്ക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. നോർമൽ വാട്ടർ ആണ്. ഇത് സോൾട്ട് സൊല്യൂഷൻ ആണ്. ഈ സോൾട്ട് സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ഫ്രീസിംഗ് പോയിന്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു -10 ഡിഗ്രി സെൽഷ്യസ് ആയി. അതുകൊണ്ടാണ് നിങ്ങൾ ഒരേ സമയം ഈ നോർമൽ വാട്ടറിനെയും സോൾട്ട് സൊല്യൂഷനെയും കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ആദ്യം ഈ നോർമൽ വാട്ടർ കട്ടയായി. ആ നോർമൽ വാട്ടർ കട്ടയായ സമയത്ത് ഇത് വെള്ളമായിട്ട് തന്നെ ആയിരിക്കുന്നത്. കാരണം എന്താ, ഇനി കുറച്ചുകൂടെ -10 ഡിഗ്രി സെൽഷ്യസ് വരെ വന്നാലേ ഇവന് എന്ത് ചെയ്യത്തുള്ളൂ, തണുക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനിയും ഇവർ തണുത്തു, ഒരേപോലെ തണുത്തു. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അതിനെ ഫ്രിഡ്ജിനെ പുറത്തോട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ ആദ്യം റീച്ച് ആവുന്ന ടെമ്പറേച്ചർ -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് -9, -8, -5, -6, -4, -2, -3, -2, -1 അത് കഴിഞ്ഞിട്ട് 0 വരത്തുള്ളൂ. അപ്പം പിന്നെ വെള്ളമാകുന്ന സമയത്ത് ആദ്യം വെള്ളമാകാൻ തുടങ്ങുന്ന ആരാ? ഈ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും. പിന്നീട് ഇവൻ വെള്ളമാകാൻ തുടങ്ങുള്ളൂ. ഓക്കെ,
ഈ ടെക്നോളജിയാണ് ശരിക്കും ഈ വിദേശ രാജ്യങ്ങളിൽ, അതായത് 6 മാസം തണുപ്പ് അല്ലെങ്കിൽ 3 മാസം കംപ്ലീറ്റ്ലി റോഡിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന രാജ്യങ്ങൾ, കാനഡ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഗവൺമെന്റ് റോഡ് ഫുൾ ഫുൾ ഒരു നവംബർ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പം നവംബർ അല്ലെ ഈ പറഞ്ഞ ഒക്ടോബർ മുതൽ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെ ആയിരിക്കും അവിടുത്തെ തണുപ്പ്. അപ്പോൾ റോഡ് വരെ കംപ്ലീറ്റ്ലി മഞ്ഞ് മൂടി കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു കണ്ടെയ്നറിനകത്ത് ഓരോ ദിശയിലേക്ക് ഓരോ കണ്ടെയ്നർ വിട്ടിട്ട് ഉപ്പ്, ആ കണ്ടെയ്നർ തുറന്നിട്ട് ഉപ്പ് ഷവലി കോരി റോഡിലോട്ട് ഇടും. റോഡിലോട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി അതിപ്പം ഒരു 0°C കട്ടായിട്ടിരിക്കുന്നതെങ്കിൽ അത് ഒരു -52 ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറയ്ക്കും. അപ്പൊ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആദ്യം റീച്ച് ആവുന്ന ചെറിയൊരു ടെമ്പറേച്ചർ കിട്ടിയാൽ മതി, അതെന്ത് ചെയ്യും, ആ -51°C എന്തായിട്ട് മാറും, വെള്ളമായിട്ട് മാറും. ആദ്യം വെള്ളമായിട്ട് അതായിരിക്കും മാറുന്നത്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, 0°C വരെ വരേണ്ട ആവശ്യം, കാരണം 0°C വരത്തില്ല. നോർമൽ അവിടുത്തെ ടെമ്പറേച്ചർ അപ്പോൾ ഒരു -10°C ആയിരിക്കും ആ സമയം. മനസ്സിലായോ? അപ്പൊ അത്രയും 0°C വരാൻ പറ്റത്തില്ല. അത് സൂര്യന്റെ നല്ല ചൂടുണ്ടെങ്കിലേ വരുള്ളൂ, നോർമൽ ചൂടിലൊന്നും വരത്തില്ല. പക്ഷേ -51 ആദ്യം റീച്ച് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അതങ്ങ് എന്ത് ചെയ്യും, ഉരുകി നോർമൽ റോഡൊക്കെ എന്താവും, രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് സഞ്ചാരയോഗ്യമാവും. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്നത് വാട്ടർ ആണ്, അതൊരു പ്യുവർ സോൾവെന്റ് ആണ്. അതിനകത്തോട്ട് ബി എന്ന് പറയുന്ന സൊല്യൂട്ട് ആഡ് ചെയ്യുന്നപ്പോഴത്തേക്ക് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ്ഡ് ആയി കുറഞ്ഞു. അത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം എഴുതിക്കോ. ഈ ഫ്രീസിംഗ് പോയിന്റ്, നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ? അതായത് ഒരു സബ്സ്റ്റൻസ് ചൂടാക്കുന്ന സമയത്ത് അതിന്റെ വേപ്പർ പ്രഷറും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷറും എപ്പോൾ ഈക്വൽ ആകുമോ അപ്പോഴാണ് ആ സബ്സ്റ്റൻസ് ബോയിൽ ആകാൻ തുടങ്ങുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര ഒരു കൺസെപ്റ്റ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം അറിയോ, വെള്ളം കട്ടയാവുന്ന ടെമ്പറേച്ചർ എന്നുള്ളതല്ല. അതെ, നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഐസ് സ്റ്റേറ്റിലുള്ള, സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷറിനോട് എപ്പോഴാണോ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ, അതിന്റെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ശ്രദ്ധിച്ചോണം. ഐസ് സ്റ്റേറ്റ്, ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ സോളിഡ് സ്റ്റേറ്റ്, അതായത് ഐസ്, ഇപ്പൊ വെള്ളത്തിന്റെ കേസിലാണെങ്കിൽ ഐസിന് ഒരു വേപ്പർ പ്രഷർ കാണും. ആ വേപ്പർ പ്രഷറിനോട് എപ്പോൾ ആ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്നോ, ആ ഈക്വൽ ആവുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓർത്തോണം, ശ്രദ്ധിച്ചോണം. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷറും ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അതിന്റെ വേപ്പർ പ്രഷറും എപ്പോൾ ഈക്വൽ ആവുന്നോ അപ്പൊ അതെന്ത് ചെയ്യും, അത് ആ ലിക്വിഡ് എന്ത് ചെയ്യും, അത് ഫ്രീസ് ചെയ്യും. അല്ലെങ്കിൽ അതാണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രീസിംഗ് പോയിന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ഫ്രീസിംഗ് പോയിന്റ് ആദ്യത്തെ ടോപ്പിക്കിൽ ഇതിന്റെ ഇത് എഴുതാൻ ഒരു ഡോട്ട് എഴുതേണ്ടത്. ഫ്രീസിംഗ് പോയിന്റ് ക്യാൻ ബി defined as the temperature at which vapor pressure of a solution or solvent at its liquid phase becomes equal to the vapor pressure of that at its solid phase. സോളിഡ് ഫേസിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ എപ്പോൾ അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറുമായിട്ട് ഈക്വൽ ആവുന്നു ആ സമയത്ത് അത് എന്ത് ചെയ്യും, അത് ഫ്രീസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്കൊരു ഗ്രാഫിക്കലി നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫ് ഇച്ചിരി പാടാണ്. ഈ സാധനം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായാലേ ഗ്രാഫ് മനസ്സിലാകത്തുള്ളേ. അപ്പൊ അറിയത്തില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക.
നോക്കിക്കോളൂ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫിന്റെ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ ആണ്. അത് ഓൾറെഡി ഇന്നലെയും അതേപോലെ തന്നെ ആയിരുന്നു. വേപ്പർ പ്രഷർ ആണ്. വേപ്പർ പ്രഷർ ആണ്. അതേപോലെ തന്നെ ഇത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്യാന്നറിയാമോ? നമ്മുടെ സോൾവെന്റ് വെള്ളം എടുത്തിട്ട് ഞാൻ ഒരു കട്ട് ഓഫ്, അതായത് അതിന്റെ സോളിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം ചെയ്യാണ്. ഇതൊരു മൈനസ് ടെമ്പറേച്ചർ ആണ്. അതൊരു -10 ആയിക്കോട്ടെ. അതായത് ഇത് -10 ലെവലില് ഇതൊരു -10 ആയിക്കോട്ടെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെ. ഇതൊരു -10 ആയിക്കോട്ടെ. ഈ -10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് വേണ്ടത്. അപ്പം ഞാൻ ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഏതെങ്കിലും, അതായത് അതിന്റെ ആ ഐസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്തെ അതിന്റെ വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് ഈ റെഡ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓക്കെ ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ സോളിഡ് സോൾവെന്റ് ആണ്. അതായത് ഫ്രോസൺ സോൾവെന്റ് എടുക്കാം. അതായത് ഫ്രോസൺ സോൾവെന്റിന്റെ ഗ്രാഫാണിത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിവിടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ നമ്മൾ 1 ATM കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 ATM മാർക്കാണ്. 1 ATM മാർക്കാണ്. നോക്കിയോ, 1 ATM മാർക്കാണിത്. 1 ATM മാർക്കാണ്. അതായത് ഒരു സബ്സ്റ്റൻസ് തിളയ്ക്കുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ 1 ATM തുല്യമായി കഴിഞ്ഞാൽ അത് തിളയ്ക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഫ്രോസൺ സോൾവെന്റിന്റെ ഇപ്പം നമ്മൾ വെള്ളത്തിന്റെ ഐസ് കണ്ടീഷനിലുള്ള ഒരു ഗ്രാഫിക്കൽ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഗ്രാഫാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഞാൻ ഇനിയും അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റ് എടുക്കുകയാണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ ഇപ്പൊ നോക്കിയേ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു വെള്ളം തിളയ്ക്കുമ്പോൾ ആ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ 1 ATM ആയി. ഞാൻ അതിനെ ഇനി ആറിക്കാൻ പോവാണേ. ഞാൻ അതിനെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. അതായത് ആദ്യം കുറച്ച് ആറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതായത് ആറി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വേപ്പർ എല്ലാം കുറഞ്ഞു. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറഞ്ഞു ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ എപ്പോഴാണോ ഈ ലിക്വിഡ്, അതായത് ഈ വെള്ളത്തിന്റെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ ഈ ഫ്രോസൺ സോൾവെന്റിന്റെ ഗ്രാഫിൽ വന്ന് മുട്ടുന്നത്, ആ പോയിന്റിനെയാണ് നമ്മുടെ പ്യുവർ സ്റ്റേറ്റിലുള്ള അതിന്റെ എന്തായിട്ട് എടുക്കുക? അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുക. അതിനെ നമുക്ക് പ്യുവർ സ്റ്റേറ്റിലാകുമ്പോൾ, നേരത്തെ പ്യുവർ സ്റ്റേറ്റിലുള്ള ബോയിലിംഗ് പോയിന്റിനെ T0B എടുത്തെങ്കിൽ ഇവിടെ പ്യുവർ സ്റ്റേറ്റിലുള്ള ഫ്രീസിംഗ് പോയിന്റിനെ T0F എന്ന് എടുക്കും. ഓക്കെ ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ ആണ്. പ്യുവർ സോൾവെന്റ്. ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പ്യുവർ വെള്ളം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഇന്നലെ ഗ്രാഫ് വരച്ച സമയത്ത് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ നോർമൽ ഒരു റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾ വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിന്റെ പ്രഷർ ഇതാണ്. അതേപോലെ അതിന്റെ ടെമ്പറേച്ചർ ഇതാണ്. ഇനി അതിനെ ഞാൻ തിളപ്പിച്ച് എപ്പോഴാണോ ഈ 1 ATM മാർക്കുമായിട്ട് വന്ന് ഇടിക്കുന്നത്, ആ സമയത്തുള്ള ടെമ്പറേച്ചർ ആണ് അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ T0B എന്ന് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് ഒരു 0.4 ATM ആണെങ്കിൽ അതിനകത്ത് വേപ്പർ പ്രഷർ കുറയുമെന്നാണ് പറഞ്ഞത് അല്ലേ, സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതായെന്ന് വിചാരിച്ചു. ഇതിനെ എന്താ ചെയ്തത്? ഇതിനെ നമ്മൾ ടെമ്പറേച്ചറിനെ കൂട്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വേപ്പർ പ്രഷർ കൂടി. എപ്പോഴാണോ അത് 1 ATM ആയിട്ട് ഈക്വൽ ആകുന്നത്, അതായിരിക്കും അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ. ഇങ്ങനെ എടുത്തത്. അപ്പൊ നോക്കിയേ, ഇതിപ്പം പ്യുവർ സോൾവെന്റിന്റെയും അതാണ് ഈ ഗ്രാഫ് എന്നും കരുതുക. അതായത് ഈ ഗ്രാഫാണ് ഇപ്പൊ ഈ വരച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ താഴെ നിന്ന് മുകളിലോട്ട് വരച്ചെങ്കിൽ ഇതിപ്പോ നമ്മൾ തണുപ്പിച്ചോണ്ട് വരിക, മുകളിൽ നിന്ന് താഴോട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുമല്ലോ. അപ്പൊ ഇനി ഞാൻ അത് എവിടെ കൺസിഡർ ചെയ്യണം? ഇവിടെ കൺസിഡർ ചെയ്യണം അല്ലേ? ഇനി ഞാൻ, അതായത് ഇപ്പൊ ഇതായിരുന്നു 100°C ആയിരുന്നു അതിന്റെ ടെമ്പറേച്ചർ എന്നുള്ളത്. അത് സൊല്യൂട്ട് ഒഴിച്ചപ്പോൾ അത് 110 ആയി. ഇനി 110 നിന്ന് വേണം ഇതിനെ എന്ത് ചെയ്യാൻ? തണുപ്പിച്ചുകൊണ്ട് വരാൻ. അപ്പൊ ഞാൻ 110 എന്ത് ചെയ്തു? ഇത് ഇപ്പം ഞാൻ അടുപ്പേ വെച്ചിരിക്കുകയായിരുന്നു. അടുപ്പേ നിന്ന് വാങ്ങി വെച്ചപ്പോഴത്തേക്ക് അത് അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറഞ്ഞ് എപ്പോഴാണോ ഈ ഫ്രോസൺ സോൾവെന്റിന്റെ ഇതുമായിട്ട് വന്ന് മീറ്റ് ചെയ്യുന്നത് അതിന്റെ വേപ്പർ പ്രഷർ, ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും ആ സോൾട്ട് സൊല്യൂഷൻ, അതായത് നമ്മുടെ ഇപ്പൊ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് TF എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഈ ഗ്രാഫ് പഠിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്നലെ വരച്ച ഗ്രാഫ് ഇതാണ്. അത് താഴെ നിന്ന് മുകളിലോട്ടാണ് നമ്മളിങ്ങനെ വരച്ചു. അതായത് ടെമ്പറേച്ചറിനെ കൂട്ടി പോകുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ?
എന്നാൽ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് വരയ്ക്കുന്നത്, കാരണം നമ്മളിവിടെ തണുപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ? ഈ ഗ്രാഫ് ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ഗ്രാഫ് വരച്ചതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്യുവർ സോൾവെന്റിൻ്റെത് നമുക്കറിയാലോ 0°C. അപ്പോൾ ഉറപ്പായിട്ടും ഫ്രോസൺ സോൾവെന്റിന്റെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനേക്കാട്ടിലും കുറയും. ഒരു -5°C വല്ലതും ആണെന്ന് വിചാരിച്ചു. ഞാനൊരു കട്ട് ഓഫ് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഇങ്ങനൊന്നും ഗ്രാഫിലൊന്നും എഴുതി വെക്കരുത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? നിങ്ങൾ ഒരു പ്യുവർ സോൾവെന്റ് എടുത്ത സമയത്ത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0°C ആയിരുന്നു. എന്നാൽ നിങ്ങൾ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്ത സമയത്ത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞ് -5°C ആയി. അതായത് അവിടെ ഡിപ്രഷൻ സംഭവിച്ചു. അപ്പൊ അവിടെ എത്ര കുറഞ്ഞു എന്നറിയാൻ വേണ്ടി എന്ത് എടുക്കണം? അവിടെ അതായത് ഡെൽറ്റ TF എടുത്താൽ മതി. ഡെൽറ്റ TF അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? കൂടിയത് മൈനസ് കുറഞ്ഞത്. ഇവിടെ കൂടിയത് ഏതാ? ഇവിടെ കൂടിയത് എപ്പോഴും എന്തായിരിക്കും? ഇവിടെ കൂടിയത് T0F ആയിരിക്കും. T0F മൈനസ് എന്താണ്? T0F മൈനസ് TF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കുറഞ്ഞെന്ന് കിട്ടും. എത്ര ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് കിട്ടും. അല്ലെങ്കിൽ എത്ര ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ്ഡ് ആയി എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. കാരണം ഇവിടെ T0F ആണ് എന്ത്? TF-നെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ വലുത് മൈനസ് ചെറുത് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കുറഞ്ഞു എന്ന് കിട്ടുക. ഓക്കെ, ഇവിടെ ഈ ഡെൽറ്റ TF-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലോട്ട് പോവാണ്. നമ്മൾ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ്ഡ് ആയത്? സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ. അപ്പൊ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, എന്തിന്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യത്തേത് മോൾ ഫ്രാക്ഷന്റെ ടേമിലാണ് എഴുതിയത്. ഏതാ? വേപ്പർ പ്രഷറിന്റെ. രണ്ടാമത്തേത് നമ്മൾ മൊളാലിറ്റിയുടെ ടേംസിലാണ് എഴുതിയത്. മൂന്നാമത്തേത് നമ്മൾ അതും മൊളാലിറ്റിയുടെ ടേംസിൽ തന്നെയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഡെൽറ്റ TF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് തന്നെ എഴുതാം. മൊളാലിറ്റി അതായത് ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോളർ. അവിടെ നിന്ന് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആണല്ലോ, KF എന്ന് എടുത്തു. KF into M. ഈ KF-നെ എന്താണെന്നറിയാം നമ്മൾ വിളിക്കുന്നത്? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. KF-നെ നമ്മൾ എന്തെന്ന് വിളിക്കും? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. അഥവാ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ് ആണ്, അല്ലേ? ആണ്. അതിനെ ഇക്വേഷൻ വൈസ് എഴുതുമ്പോൾ M ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB ഡിവൈഡ് ബൈ WA ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം? 1000 എന്ന് എഴുതാം. അത് കിലോഗ്രാമിൽ ആക്കുന്നതുകൊണ്ടാണ് 1000 എഴുതുന്നത്. ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് NB എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ WB ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് MB ആണ്. അത് നമ്മൾ ഇവിടോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താവും? therefore മൊളാലിറ്റി ഈക്വൽ എന്താ? ഇത് താഴോട്ടാണ് മൊളാലിറ്റി എഴുതുന്നത്, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുകയാണ്. അപ്പോൾ മൊളാലിറ്റി ഈക്വൽ എന്തെന്ന് എഴുതാം? WB ഡിവൈഡഡ് ബൈ MB ഹോൾ ഡിവൈഡഡ് ബൈ WA ഡിവൈഡഡ് ബൈ 1000 ആണല്ലോ. ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? which will be equal to WB divided by MB into 1000 divided by എന്തെന്ന് എഴുതാം? WA എന്ന് എഴുതാം. ആണല്ലോ, ഇതായിരിക്കും മൊളാലിറ്റി. ഈ മൊളാലിറ്റിനെ നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കണം? നമ്മുടെ ഡെൽറ്റ TF-ന്റെ ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF into M എന്നായിരുന്നു. അവിടുന്ന് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF into M എന്ന് പറയുമ്പോൾ WB ഡിവൈഡഡ് ബൈ MB into 1000 ഡിവൈഡഡ് ബൈ WA ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മതി, ഇത് പഠിച്ചാൽ മതി. ഇതെന്താ വ്യത്യാസം? ഡെൽറ്റ TF കണ്ടുപിടിക്കാൻ WB ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു?
P naught A minus PA divided by P naught A is equal to WB divided by MB into MA divided by WA. ഇവിടെ രണ്ടാമത്തെ എന്തായിരുന്നു? ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡബ്ല്യു എ. ഇവിടെ എന്താണ്? ഡെൽറ്റ ടി എഫ് ഈസ് ഇക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡബ്ല്യു എ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൺസെപ്റ്റിനകത്ത് ഈ ഭാഗം സെയിം ആണ്. ഇതും മാത്രം മാറ്റിയിട്ടേ ഉള്ളൂ. കെ ബിയും ഇത് കെ എഫ് ആക്കി, അത് ഡെൽറ്റ ടി എഫ്, അത് ഡെൽറ്റ ടി ബി, ഇത് ഡെൽറ്റ ടി എഫ്. ഓക്കെ, ഇവിടെ നിന്ന് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ മൂന്നും പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഞാൻ ഇത് പഠിക്കാനേ പറയാറുള്ളൂ. ഇനി നിങ്ങൾക്ക് എം ബി ആയിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എം ബി ഈസ് ഈക്വൽ ടു കെ എഫ് ഡബ്ല്യു ബി 1000 ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം? ഡെൽറ്റ ടി എഫ് ഇൻറ്റു ഡബ്ല്യു എ എന്ന് എഴുതാം. ഇതായിരിക്കും എം ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ആ ഓസ്മോസിസിലേക്ക് കടക്കുകയാണ്. അതായത് ഇനി അതും കൂടെ ഉള്ളൂ. ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷർ, അതേപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ്. പിന്നെ ചെറിയ കുറച്ച് ടോപ്പിക്സ് കൂടെ ഉണ്ട്. അതായത് ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പോടോണിക് സൊല്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. അപ്പൊ അടുത്തതും ഒരു ഡെറിവേഷനും ന്യൂമറിക്കൽ. ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മളിപ്പോ പഠിച്ച മൂന്നെണ്ണം ഡെറിവേഷൻ ആയിട്ട് അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ആയിട്ട് ചോദിച്ച് 2-3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്ലസ് ന്യൂമറിക്കൽ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? പ്ലസ് കൺസെപ്റ്റ് ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എഴുതിക്കോളൂ, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഹെഡിങ് എഴുതുക, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. osmosis and osmotic pressure. Osmotic pressure. From ഈ osmosis എന്താന്ന് ചോദിച്ചാൽ നോക്കിയോ, the process of flow of solvent, molecule from solution of lower concentration to solution of higher concentration through a semi-permeable membrane. Through a semi-permeable membrane. Permeable membrane. ഒരു സെമി പെർമിയബിൾ മെമ്പറൈനകത്തൂടെ ഒരു സോൾവെന്റ് മോളിക്യൂള് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ഒരു ഫിനോമിനോൺ ആണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? is called as osmosis. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക്. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു വലിവ് വേണമല്ലോ. തിരിച്ചു പോകാൻ പ്രശ്നമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ വീട്ടിലെ ടാങ്ക് മുകളിലായിരിക്കുന്നത്, ആ ടാങ്കിൽ നിന്ന് വെള്ളം താഴോട്ട് വരാൻ, ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് വരാൻ നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് തന്നെ വന്നോളൂ. പക്ഷേ താഴേന്ന് വെള്ളം കിണറ്റിൽ നിന്ന് അടിച്ച് ടാങ്കിലേക്ക് കയറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു മോട്ടറിന്റെ സഹായം വേണം, ഇല്ലേ?
ആണ്. അപ്പൊ ആ മോട്ടറിന്റെ സഹായം ഇല്ലാതെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് പോകത്തില്ല, ഇത് പോകത്തില്ല അല്ലെ, ആ വെള്ളം കയറത്തില്ല. അപ്പം ഇവിടെ അതേപോലെ തന്നെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകാൻ തന്നെ ചെയ്തോളൂ, അത് ഡിഫ്യൂഷനാണ്. എന്നാൽ ഇവിടെ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാണ് നടക്കുന്നത്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ നടക്കണമെങ്കിൽ അവിടെ ഇപ്പൊ ഇവിടെ മോട്ടറിന്റെ സഹായം വന്ന പോലെ തന്നെ അല്ലെ, വേണ്ടി വന്ന പോലെ തന്നെ ഇവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രഷറിന്റെ സഹായം വേണം. ഏത് സൈഡിലാണെന്നറിയാമോ? ഏത് സൈഡിലാ? വലിക്കണം, ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ ഒരു വലിവ് ഉണ്ടാവണം. അപ്പൊ അവിടെ നിന്ന് വലിച്ചാൽ മാത്രമേ താഴെ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിക്കോണം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, അടുത്തൊരു ഡോട്ട് എഴുതാം. ദ ഹൈഡ്രോസ്റ്റാറ്റിക് pressure hydrostatic pressure which develop on the account of osmosis is called osmotic pressure. Osmotic pressure. ഓക്കെ, ഞാൻ ഒരു ഇത് വരച്ച് കാണിക്കാമേ. അതായത് ഞാനൊരു ഹയർ കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷനെയും ലോവർ കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷനെയും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ, വളരെ ചെറിയ മോളിക്യൂൾസിനെ മാത്രമേ കടത്തിവിടാൻ അല്ലെങ്കിൽ കടത്തിവിടാൻ അവൻ സമ്മതിക്കുള്ളൂ. അങ്ങനെയുള്ള മെംബ്രെയിനെയാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ സൈഡാണ്, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ സൈഡാണ്. ഓസ്മോസിസ് നടക്കുന്നത് എങ്ങനെയാ? ലോവറിൽ നിന്ന് ഹയറിലേക്കാണ് നടക്കുന്നത് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. എവിടെ? ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ ഒരു പ്രഷർ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്. ആ വലിവ് ഉണ്ടാകുന്നതുകൊണ്ടാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഈ ലോവർ കോൺസെൻട്രേഷനിലുള്ള ലിക്വിഡ് കയറി വരിക, ഞാൻ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന പ്രഷർ ഇതിനകത്തുണ്ടാകുന്ന, അതായത് ഈ ഹയർ കോൺസെൻട്രേഷൻ ലിക്വിഡിനകത്തുണ്ടാകുന്ന ഒരു പ്രഷറാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എന്താ ഈ വെളിയിൽ കൂടെ, ഈ ഹയർ കോൺസെൻട്രേഷന്റെ സൈഡിൽ ഞാൻ വെളിയിൽ കൂടെ ഒരു പ്രഷർ കൊടുത്തെന്ന് വിചാരിച്ചോ. വെളിയിൽ കൂടെ ഒരു പ്രഷർ കൊടുത്തെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇങ്ങോട്ടേക്ക് വരുന്ന ലിക്വിഡിന്റെ എമൗണ്ടിന് കുറവ് സംഭവിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തൊരു പ്രഷർ ഉണ്ട്, ആ പ്രഷറാണ് ഇതിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നത്. ഓക്കെ, ഞാൻ വെളിയിൽ ആ അകത്ത് പ്രഷർ ഉണ്ടാകുന്ന ആ ഭാഗത്ത് ഞാൻ വെളിയിൽ നിന്ന് പ്രഷർ കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനായിരിക്കും ശ്രമിക്കുന്നത്, അങ്ങോട്ടേക്ക് ഒരു പ്രഷറാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഹോൾട്ട് ഉണ്ടാകുന്നത്. അതായത് ഞാൻ ഈ ഇങ്ങോട്ടേക്കുള്ള വലിവ് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന അതേ പ്രഷർ തന്നെ ഞാൻ വെളിയിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നറിയാമോ? അവിടുത്തെ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്കുള്ള വരവ് അങ്ങ് നിൽക്കും. ഇനിയും അവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണോ അതിൽ കൂടുതൽ പ്രഷറാണ് ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നതെങ്കിൽ എന്തോ ചെയ്യുന്നറിയാമോ? ഇങ്ങോട്ടേക്ക് വരുന്ന വെള്ളം എല്ലാം എന്ത് ചെയ്യുന്നറിയോ? ഇത് തിരിച്ചിറങ്ങി പോകും. അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കും. ഉദാഹരണം പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് അറിയാം. നോക്കിക്കോളൂ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇവിടത്തെ, അതായത് ഈ ഹയർ കോൺസെൻട്രേഷൻ ലിക്വിഡിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. അതിനെ ഞാൻ ഇപ്പൊ ATM അടിസ്ഥാനത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകാനായതുള്ള ഇപ്പൊ പ്രഷറിന്റെ ഒരു യൂണിറ്റ് ബാറിൽ പറയാം, അതേപോലെ തന്നെ എങ്ങനെ വേണേ പറയാം. ഞാൻ ATM പറയാം, നിങ്ങൾ ATM പ്രഷറിന്റെ ATM അല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ATM യൂസ് ചെയ്യാണ്. ATM അല്ല ഓസ്മോട്ടിക് പ്രഷർ പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ട് മാത്രം അങ്ങ് പറയാണ്. ഞാൻ ഇതിനകത്തെ ഓസ്മോട്ടിക് പ്രഷർ 1 atm ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? ആ 1 atm ഉള്ളതുകൊണ്ടാണ് ഈ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ഈ ലിക്വിഡിനെ വലിച്ചെടുക്കുന്നത്. ഞാൻ വെളിയിൽ ഒരു 0.5 atm കൊടുത്തു, വെളിയിൽ ഇങ്ങനെ പ്രഷർ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ?
കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1 ATM പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്ന ലിക്വിഡിന്റെ ഫ്ലോ കുറയും. കാരണം എന്താ അറിയോ, ഇതിനുള്ളിൽ 1 ATM ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വെളിയിൽ നിന്നൊരു പ്രഷർ കൂടെ കൊടുക്കുന്ന സമയത്ത് അവിടെ വേരിയേഷൻ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു 80 ml ആയിട്ട് എന്ത് ചെയ്യും, അത് 800 ml ആയിട്ട് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഇനി ഞാൻ 0.5 നിന്ന് ഞാൻ 1 ATM പ്രഷർ തന്നെ വെളിയിൽ നിന്ന് കൊടുക്കുവാന്ന് വിചാരിച്ചോ. അപ്പോൾ 1 ATM പ്രഷർ വെളിയിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഇനി ഇങ്ങോട്ട് ഒരു തുള്ളി വെള്ളം പോലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അതായത് ഇതിന്റെ ഓസ്മോട്ടിക് പ്രഷറിനോട് ഈക്വൽ ആയിട്ടുള്ള പ്രഷറാണ് നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്തതെന്നാണ് അതിനർത്ഥം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിനെ അങ്ങനെയും എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം പ്രഷർ അപ്ലൈഡ് ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, അങ്ങനെയും പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യത്തില്ല, ഇനി ഒരിക്കലും എന്താ 1 ATM തന്നെ നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ലിക്വിഡ് ഇങ്ങോട്ട് ലോവർ നിന്ന് ഹയറിലോട്ട് വരുന്നില്ല. ഇനി നിങ്ങൾ 1 ATM ഇതിന്ന് 2 ATM ആക്കി എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഈ ഇതിനകത്തുള്ള ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടുതലാണ് നമ്മളിപ്പോൾ ആ സൈഡിൽ കൊടുക്കുന്നത്. ഇനി ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നറിയാം, വന്ന വെള്ളം എല്ലാം എന്ത് ചെയ്യും, ഇതിനകത്ത് കുറേ ലിറ്റർ വെള്ളം ലോറിയിൽ നിന്ന് ഹയറിലോട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി, അതെല്ലാം എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ടേക്ക് പോകും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് ഓസ്മോസിസ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടെ കിണർ കുത്തിയ വെള്ളമൊന്നും കിട്ടത്തില്ല, അവിടെ കിണർ കുത്തിയ പെട്രോൾ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. ചില ഏരിയസിൽ മാത്രം അവിടെ കിണർ, നോർമലി അവിടെ കിണറുകൾ കുറവല്ലേ. ഈ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അവിടെ വളരെ കുറവല്ലേ. അതായത് മസ്കറ്റ്, സലാല, അവിടെ അങ്ങനെ അവിടങ്ങളിലൊക്കെ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി രമണീയം. ബാക്കിയുള്ള എല്ലാം മരുഭൂമിയാണ്, ഭയങ്കര ചൂടാണ്. അപ്പൊ അവിടെ ശരിക്കും അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവർ കടലിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ട് അവിടെ റിവേഴ്സ് ഓസ്മോസിസ് വഴി അതെന്ത് ചെയ്യുക, പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എല്ലാവർക്കും വെള്ളം കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം അവര് അവിടെ അവൈലബിൾ ആക്കുന്നത് ഈ ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടാണ്, റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസ് നടന്നു, അതിന് എക്സ്ട്രാ പ്രഷർ കൊടുത്തിട്ട് ആ ഓസ്മോസിസിനെ റിവേഴ്സ് ചെയ്യിപ്പിച്ചു. റിവേഴ്സ് ചെയ്യിപ്പിച്ചപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ, ഇത് വളരെ ചെറിയ മോളിക്യൂൾസ് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ, ബാക്കിയുള്ള മോളിക്യൂൾസ് അതിനകത്ത് കിടക്കും. അപ്പം സോൾട്ട് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ വളരെ വലിയ മോളിക്യൂളാണ്. സോൾട്ട് ഒക്കെ ആ ഭാഗത്ത് കിടന്നിട്ട് അപ്പുറത്തോട്ട് പോകുന്നത് വാട്ടർ മോളിക്യൂൾ മാത്രമേ പോകത്തുള്ളൂ, പ്യുവർ സാധനമായിരിക്കും അപ്പുറത്തോട്ട് പോകുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി ഇതിന്റെ ഒരു എന്താണ് ഡെറിവേഷൻ നമുക്ക് എഴുതാം. അതായത് ഇവിടുത്തെ ഓസ്മോട്ടിക് പ്രഷറിനെ പൈ എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ പൈ എന്നാണ് എടുക്കുന്നത്. പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി സി ആൻഡ് എന്താണ് ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചറിനും കൂടെ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ ടി. നിങ്ങളപ്പോൾ ചോദിക്കും, മൊളാരിറ്റിയെ നമ്മൾ ക്യാപിറ്റൽ എം എന്നല്ലായിരുന്നു എടുത്തത്, അതെന്തുകൊണ്ടാണ് ഇവിടെ സി എന്ന് എടുത്തത്? അതിനൊരു കാരണമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മൾ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ എം എന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ മൊളാരിറ്റിയെ നമ്മൾ എം എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 എം തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മൊളാരിറ്റിയെ സി എന്ന് എടുക്കുന്നത്. സി കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കും, മൊളാരിറ്റി കോൺസെൻട്രേഷൻ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ടി എന്ന് എടുക്കാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഒരു ആർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആർ സി ടി എന്ന് എടുക്കാം. ഇനി സിമ്പിളി നമുക്ക് ഓർത്ത് വെക്കാൻ പൈ ഈസ് ഈക്വൽ ടു ഇവിടെ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് ഈസ് ഈക്വൽ ടു ആകും. പൈ ഈസ് ഈക്വൽ ടു എന്താ, ആർ സി ടി. അതിനെ നമുക്ക് സി ആർ ടി എന്ന് എഴുതാം. സി ആർ ടി എന്ന് പറഞ്ഞാൽ പഴയ ടി വികളൊക്കെ ഇല്ലേ, അതായത് പിക്ചർ ട്യൂബ് ഉള്ള ടി വികൾ, അതിനെ നമ്മൾ സി ആർ ടി എന്നാ പറയാം. ഓക്കെ, അപ്പൊ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് കിട്ടി. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ എന്താ, സി എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ് അല്ലേ. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ മക്കളെ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ NB ഡിവൈഡഡ് ബൈ എന്താണ്, NB ഡിവൈഡ് ബൈ വോളിയം എന്ന് എടുക്കാം, ആണല്ലോ അല്ലേ. NB ഡിവൈഡ് ബൈ വോളിയം എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഇവിടെ കൊടുക്കാം, സിയുടെ പൈ ഈസിക്കൽ ടു എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തു, NB ഡിവൈഡ് ബൈ വി ഇൻറ്റു എന്താ, ആർ ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ഇനി NBക്ക് ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താ, മോളാർ മാസ്. അതും കൂടെ അവിടെ കൊടുക്കുകയാണ്. പൈ ഈസിക്കൽ ടു NBക്ക് പകരം WB ഡിവൈഡഡ് ബൈ MB ഹോൾ ഡിവൈഡ് ബൈ വി ഇൻറ്റു എന്താ,
ഇൻറ്റു ആർ ഇൻറ്റു ടി, ആർ ഇൻറ്റു ടി ഇവിടെ എഴുതണേ, ഇൻറ്റു ആർ ഇൻറ്റു ടി, ആർ ഇൻറ്റു ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കിയേ, പൈ വി ഈസിക്കൽ ടു എന്താ, എം ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എന്താ, എം ബി ഇൻറ്റു എന്തെന്ന് വരും, ആർ ടി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതിൽ നിങ്ങൾക്ക് എം ബി കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി, ഈ പൈ വിനെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എം ബി ഈസിക്കൽ ടു എന്താ, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എന്താ, പൈ വി ഇൻറ്റു എന്താ, ആർ ടി എന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഇക്വേഷൻ പഠിക്കാനേ പറയുള്ളൂ, അതാണ് എളുപ്പം. ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ആരോ വോയിസ് ഓൺ ആക്കിയായിരുന്നു, ചോദിച്ചോ. ഡൗട്ട് ഉണ്ടോ ചോദിക്കുക, എഴുതിയെടുക്കാനുള്ളവർ എഴുതിയെടുക്കുക, ഇവിടെ കാണിക്കാം. ഇത് ശരിക്കും യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനായിട്ട് നമുക്ക് വേണേൽ കമ്പൈൻ ചെയ്യാം. കാരണം നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ എന്താ, പി വി ഈസിക്കൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൈ ഈസിക്കൽ ടു എന്താ, എൻ ബി ഡിവൈഡ് ബൈ ബി ഇൻറ്റു ആർ ടി എന്നാ. ഈ വിനെ എങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൈ വി ഈസിക്കൽ ടു എന്താ, എൻ ബി ഇൻറ്റു ആർ ടി എന്ന് വരും. അപ്പൊ അതും എന്താണ്, ഇതും യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാനായിട്ട് പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ഹെഡിങ് എഴുതിക്കുക, റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ എപ്പോഴും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡീസൈലൈനേഷൻ ഓഫ് സോൾട്ട് വാട്ടർ വെച്ചിട്ട് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ചെയ്യാനായിട്ട്. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. റിവേഴ്സ് ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ്. അതായത് റിവേഴ്സ് ഓസ്മോസിസ് നടക്കണമെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെയുള്ള കുറെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ടേക്ക് പോകും. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് വന്ന പല ആൾക്കാരും തിരിച്ചു പോകും, ഹയറിൽ നിന്ന് ലോവറിലോട്ട് പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ അത് എഴുതിക്കോ. ഇറ്റ് ഈസ് എ പ്രഷർ larger than osmotic pressure that is applied to the solution of higher concentration side. Then pure solvent flows out of the solution through semi-permeable membrane. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ഒരു സൈഡിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു സൈഡിൽ സലൈൻ വാട്ടർ എടുക്കും.
ഇവിടെ സെമി പെർമെബിൾ മെമ്പറൈൻ എടുക്കും, സെമി പെർമെബിൾ മെമ്പറൈൻ. ഇവിടെ നമ്മൾ പ്യുവർ വാട്ടർ, പ്യുവർ വാട്ടർ. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ ഇവിടെയുള്ള ഓസ്മോട്ടിക് പ്രഷർ, സലൈൻ വാട്ടറിന്റെ സൈഡിൽ ഉണ്ടാകുന്ന ഓസ്മോട്ടിക് പ്രഷറിന്റെ ഭാഗമായിട്ട് ഈ പ്യുവർ വാട്ടറിനെ കൂടെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടുതൽ പ്രഷർ നമ്മൾ എവിടെ കൊടുക്കുക, ഈ ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതിനകത്തുള്ള സോൾട്ട് മോളിക്കൂളൊക്കെ ലാർജർ മോളിക്കൂൾ, അതിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഈ സെമി പെർമെബിൾ മെമ്പറിനകത്തൂടെ കടത്തിവിടത്തില്ല. ബാക്കി അതിനകത്തുള്ള വാട്ടർ മോളിക്കൂൾ മാത്രം എന്ത് ചെയ്യും, പ്രഷർ കൊണ്ട് പ്യുവർ സൈഡിലേക്ക് പോവുകയും ആ സൈഡിൽ പ്യുവർ വാട്ടർ മാത്രം കളക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ വേണമെങ്കിൽ എഴുതാം, പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്ലൈയിങ് പ്രഷർ greater than osmotic pressure, osmotic pressure. ഇതാണ് ഡീസലൈനേഷൻ ഓഫ് സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞ പ്രോസസ്സ്. സലൈനേഷൻ ഓഫ് സോൾട്ട് വാട്ടർ. കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ലാസ്റ്റ് ടോപ്പിക് അല്ല, ഒരു സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയാം. എല്ലാം ചെറിയ ചെറിയ ഡെഫിനിഷൻസ് ആണ്. ഒന്ന് ഐസോടോണിക് സൊല്യൂഷൻ എഴുതുക. ഐസോടോണിക് സൊല്യൂഷൻ എഴുതുക. എഴുതാനുണ്ടെങ്കിൽ പറയണേ. ഐസോടോണിക് സൊല്യൂഷൻ എഴുതുക. ഐസോടോണിക് സൊല്യൂഷൻ. ഐസോടോണിക് സൊല്യൂഷൻ എന്താണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻ ആയിരിക്കും. അതിന്റെ ഓസ്മോട്ടിക് പ്രഷർ രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷനെ മിക്സ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ്, അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയാം. അതായത് രണ്ട് സൊല്യൂഷൻ ആണ്, അതിന്റെ പ്രത്യേകത എന്താ, രണ്ടാൾക്കാർക്കും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഐസോടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാം. An isotonic solution is a solution that has the same osmotic pressure, same osmotic pressure as another solution. അല്ലെങ്കിൽ two solution having same osmotic pressure എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അതിന്റെ എക്സാമ്പിളും കൂടെ എഴുതിക്കോ, പരീക്ഷയ്ക്ക് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാറുണ്ട്. 0.9% സോഡിയം ക്ലോറൈഡ് solution also known as normal saline is an example of
ഐസോടോണിക് സൊല്യൂഷൻ. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എഴുതിക്കോ കേട്ടോ. ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ എഴുതിക്കോ, നോർമൽ സെലൈൻ ആൻഡ് ലാക്റ്റേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ. ലാക്റ്റേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ. ഇത് രണ്ടും അതിന്റെ എക്സാമ്പിളാണ്. ഈ രണ്ട് സൊല്യൂഷനും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ മറ്റേ IV ഫ്ലൂയിഡ്, നമ്മൾ ഡ്രിപ്പ് ഇടത്തില്ലേ, ഈ ഡ്രിപ്പ് ഇടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ യൂസ് ചെയ്യാറുണ്ട്. അത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ ഡ്രിപ്പ് ഇടുന്ന സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷറും നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷറും ഈക്വൽ അല്ല എങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ ബ്ലഡ് സെല്ലിന് റപ്ചർ ഉണ്ടാവാം, പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ അത് ചുരുങ്ങാം, ഷ്രിങ്കേജ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അത് ഓർത്തോണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ IV ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ഡ്രിപ്പ് ഇടുന്ന സമയത്ത് ആ ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഇതാണ് ഇടുന്നത്. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ IV ആയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ആണ്. അതും കൂടെ വേണം എഴുതിക്കോ. These solutions are frequently used as IV fluids. ഓക്കെ, ഇനി അടുത്തത് ഐസോടോണിക് കഴിഞ്ഞിട്ട് ഇനി ഹൈപ്പോടോണിക് സൊല്യൂഷൻ. A solution having lower osmotic pressure than other solution is called hypotonic solution. എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 0.45% saline, അതായത് NaCl സൊല്യൂഷൻ, saline solution is hypotonic compared to human blood plasma. കോക്കനട്ട് വാട്ടർ ഈ ബ്ലഡ് പ്ലാസ്മയെ വെച്ച് നോക്കുമ്പോൾ ഹൈപ്പോട്ടോണിക് ആണ് കേട്ടോ. അതായത് ലോവർ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കും കോക്കനട്ട് വാട്ടറിന് കമ്പയർഡ് ടു എന്താ ബ്ലഡ് പ്ലാസ്മയെ വെച്ചൊക്കെ നോക്കുന്ന സമയത്ത്. അതൊന്നും വേണ്ട, ഇത് മാത്രം മതി, ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഇനി അടുത്തത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ a solution having higher osmotic pressure than other solution. മറ്റ് സൊല്യൂഷനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും. അതാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്.
എക്സാമ്പിൾ എഴുതിക്കോളൂ. എ സൊല്യൂഷൻ ഓഫ് വാട്ടർ with higher salt concentration than cells internal environment. അടുത്തത് 3% or 5% NaCl solution are hypertonic. അത് മതി. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് അത്. ഇതാണ്, അതായത് വാൻ ഹോഫ് ഫാക്ടറും അബ്നോർമൽ മോളാർ മാസും നോർമൽ, അതുകൂടെ കഴിഞ്ഞ ചാപ്റ്റർ തീർന്നേ. അതുകൊണ്ട് ഒരു 5 മിനിറ്റത്തെ ക്ലാസ് കൂടെ കാണുള്ളൂ. ഇതുകൂടെ ഒന്ന് എഴുതിയെടുത്തേര്. അതായത് ഇതിന്റെ കാര്യം എന്താണെന്നറിയാം. അതായത് നമ്മുടെ വാൻ ഹോഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് നമ്മുടെ ഇപ്പം നമ്മൾ പഠിച്ച എക്സ്പീരിമെന്റ് ഒക്കെ വെച്ച് ചെയ്തപ്പോൾ മോളാർ മാസ് കൃത്യമായിട്ട് കിട്ടിയില്ല. അതായത് നമ്മൾ എംബിയുടെ ഇക്വേഷൻ ആണ് ഈ 4 ഡെറിവേഷനിലൂടെയും കണ്ടുപിടിച്ചത്. ഈ 4 ഡെറിവേഷന്റെയും ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് എംബി കണ്ടുപിടിച്ചപ്പോൾ അതായത് അതിന്റെ ശരിക്കുമുള്ള മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അതിന് ഒരു ചെറിയ ഡിഫറൻസ് കാണിച്ചു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ആ ഇക്വേഷനകത്ത് തെറ്റാണ്. അങ്ങനെ പുള്ളി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാ ഇക്വേഷന്റെ കൂടെയും ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആഡ് ചെയ്തപ്പോൾ അതിന്റെ മോളാർ മാസ് ഈക്വൽ ആകുന്ന രീതിയിൽ വന്നു. അപ്പൊ പുള്ളി ആ ഇക്വേഷൻസ് എല്ലാം തിരുത്തി എഴുതിയ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, വാൻ ഹോഫ് ഫാക്ടർ ഐ എന്ന് പറയുന്നത്. അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. അപ്പൊ അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീർന്നു. എഴുതിക്കോ, അബ്നോർമൽ മോളാർ മാസ് abnormal molar mass. Heading എഴുതുക. The theoretical value of molar mass when calculated from colligative properties are sometimes found different from experimentally observed values. A factor called Van Hoff's factor is introduced to correct the molar mass calculated from the colligative property. And is called Van Hoff's factor. വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് I is equal to normal molar mass divided by abnormal molar mass. Normal molar mass divided by abnormal molar mass. അഥവാ നമുക്ക് വേണമെങ്കിൽ ഐക്ക് വേറൊരു ഇക്വേഷൻ കൊടുക്കാം. I is equal to observed colligative property divided by
calculated colligative property, calculated colligative property. ഇനി after introducing I, the equation for colligative properties is as follows. Equation for colligative properties are as follows. എന്തായിട്ട് മാറിയെന്ന് അറിയാമോ? നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈസ് ഈക്വൽ ടു എന്താവുന്നത്? കൈ ബി എന്നാ വന്നത്. അവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാമോ? ഐ വന്നു. ഐ ഇൻറ്റു കൈ ബി. അതേപോലെ തന്നെ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എന്തെന്നാ വന്നത്? മൊളാലിറ്റി എന്നാണ് വന്നത്. അവിടെയും ഒരു ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്നായിരുന്നു. അവിടെയും ഒരു ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്നായിരുന്നു. അവിടെയും ഒരു ഐ ഇൻറ്റു വന്നു. അപ്പോൾ ഇത് ക്ലിയർ ആയി. ഈ ഐയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ കിട്ടുന്ന മോളാർ മാസും എക്സ്പെരിമെന്റലി കിട്ടിയതും തിയറിറ്റിക്കലി കിട്ടിയതും ഈക്വൽ ആയി എന്നുള്ളതാണ് ആ പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ ഒരു ഇക്വേഷൻ കൂടെ എഴുതിയാൽ ചാപ്റ്റർ തീർന്നേ. ഇതിനകത്ത് കുറെ ന്യൂമറിക്കൽ ചെയ്യാനുണ്ട്, ഞാനത് ചെയ്യിപ്പിക്കാം. ഒരു ഇതും കൂടെ എഴുതിക്കോ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഹെഡിങ് എഴുതിക്കോ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഹെഡിങ് എഴുതാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എഴുതി കഴിഞ്ഞെങ്കിൽ എഴുതാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ആൽഫ എന്ന് പറയും. ആൽഫ ഈസിക്കൽ ടു ഐ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എന്താണെന്നറിയാമോ? എൻ മൈനസ് വൺ ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഗീവ്സ് ഹൗ മെനി അയോൺസ് ആർ ഫോംഡ് ആഫ്റ്റർ ഡിസോസിയേഷൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ NaCl നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ Na പ്ലസും Cl മൈനസും ഉണ്ടാവും. അവിടെ അപ്പോൾ എന്നിന്റെ വാല്യൂ 2 ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ BaCl2 ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ Ba2 പ്ലസും BaCl2 അല്ലേ, 2 Cl മൈനസ് അയോൺ ഉണ്ടാവും. അപ്പോൾ അവിടെ N എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഡിഗ്രി ഓഫ് അസോസിയേഷനും ഉണ്ട് ഇവിടെ. രണ്ടിനും രണ്ട് ഇക്വേഷൻ ആണ്. നമുക്ക് ആ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഫോക്കസ് കൊടുക്കാം. തൽക്കാലം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമല്ല ചോദിക്കുന്നത്, ഡിഗ്രി ഓഫ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവിടുന്ന് ഐ കണ്ടുപിടിക്കാനാണ് സാധാരണ ചോദിക്കുന്നത്. ഇവിടുന്ന് ഐ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. അങ്ങോട്ട് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
പക്ഷെ അതിലുപരിയായിട്ട് അസോസിയേഷന്റെ ഇക്വേഷൻ വേറെയാണ്. അത് നമുക്ക് ആ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ന്യൂമറിക്കൽ ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷന് എന്താണ് വേരിയേഷൻ വരുന്നത് എന്നുള്ള കാര്യം അപ്പോൾ പറഞ്ഞുതരാം, നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പം എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് തൽക്കാലം ഈ ചാപ്റ്റർ ഇത്രമേ ഉള്ളൂ ഇതിന്റെ കണ്ടന്റ്സ്. ഇനിയും നമുക്ക് ന്യൂമറിക്കലുകളുണ്ട്. തൽക്കാലം ഇങ്ങനെ നിർത്താം.